അടിപൊളിയായിട്ടുള്ള 2 ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ കാണിക്കുന്നത്. തെപ്ചി വർക്ക് വന്നിട്ടുള്ള ഫുൾ വർക്ക് വന്നിട്ടുള്ള സാരി ഇതുപോലെ ഒരു 5 ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. തെപ്ചി വർക്ക് കോട്ടൺ കോട്ടയിൽ തെപ്ചി വർക്ക് വന്നിട്ടുള്ള കോട്ടൺ കോട്ടയല്ല നോയിൽ കോട്ടയിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയായ സാരി കാണാൻ കണ്ടോ. അതൊട്ട് ട്രാൻസ്പെറൻ്റ് അല്ല, ഫുൾ തെപ്ചി വർക്ക് വന്നിട്ടുള്ള 1280 റേഞ്ചിൽ വരുന്ന സാരീസിൻ്റെ ഒരു 5 കളറുണ്ട്. ബ്ലാക്കും പേർപ്പിളും ലാവൻഡർ റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ 5 കളർ വരുന്നുണ്ട്. ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ വരുന്നത് ഇത് കണ്ടോ, ഇത് അടിപൊളിയായിട്ടുള്ള സാരിയാണ്. പ്യുവർ ടസർ അല്ല, പക്ഷേ ടസറിൻ്റെ തന്നെ കുറച്ച് ഗ്രാം കുറഞ്ഞിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. 3000 റേഞ്ചിലാണ് വരുന്നത്. പ്രീമിയം ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ഔട്ട്ലുക്ക് നോക്ക്, ഭയങ്കര രസമായിരിക്കും. ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള കണ്ടോ 3000 റേഞ്ചിൽ വരുന്ന ബോർഡർ ഇങ്ങനെ അല്ല പല്ലു ഇതുപോലെ, ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു വീവിങ് പാറ്റേണിലുള്ള ബ്ലൗസാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു 4 കളേഴ്സും ഉണ്ട്. അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ബുക്കിങ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ആയിട്ട്. നിങ്ങൾക്ക് ഇനി സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 ആൻഡ് 8075551533. ഈ 2 നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സാരീസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് സാരി ഇതുപോലെ ഇങ്ങനെ ഫുൾ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ്. ഗ്രീനും ഓഫ് വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. പല്ലുവിൽ പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ചെയ്യാം കേട്ടോ. പല്ലുവിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം അയക്കുന്ന രീതിയിലാണ് കേട്ടോ. ക്രിസ്മസിന് കിട്ടുമോ എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഇയറിൻ്റെയോ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. ഭയങ്കര എലഗൻറ്റ് സാരി, ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. 3000 റേഞ്ചിൽ ഇത് പ്യുവർ ടസറിൻ്റെ അതേ ലുക്കിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പല്ലു ഇതുപോലെ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെ നല്ല രസമാണ് ബ്ലൗസ് കാണാനായിട്ട്. അതിനകത്തൊരു ചെറിയ വർക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സാരി. നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റിൽ ഗ്രേ ആണ് കേട്ടോ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്ലാസി ആയിട്ടുള്ളൊരു സെറ്റുമാണല്ലോ. പള്ളിയിലൊക്കെ ഉടുക്കാനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഫംഗ്ഷൻസിനൊക്കെ ഈ കളർ സാരി, കുറേ ഫംഗ്ഷൻ ഇങ്ങനത്തെ സാരീസ് നോക്കുന്നവരുണ്ട്. ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റുമാണ്, നല്ല കൂളായിട്ട് ഉടുക്കുക. ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക് കേട്ടോ. ടസറാണെങ്കിൽ പോലും കുറച്ചൊരു ചെറിയ സ്റ്റിഫ്നെസ് ഇല്ലേ, ആ സ്റ്റിഫ്നെസ് പോലും ഇല്ല ഇതിന്. നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. 3000 റേഞ്ചിൽ നല്ലൊരു ഐറ്റാണ്. അതിൻ്റെ ബ്ലൗസ് ആണെങ്കിലും ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ബ്ലൗസാണ് വന്നേക്കുന്നത്. സെക്കൻഡ് കളർ ഇതുപോലെ. തേർഡ് കളറ് ലാവൻഡർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. ഇതുപോലെ ഫുൾ വർക്ക് പല്ലു. ഇത് കണ്ടു, ഇത് പ്ലീറ്റ് വരുന്ന സ്ഥലത്ത് മുകളിൽ പ്ലെയിനും ഇങ്ങോട്ടേക്ക് വർക്കും കേട്ടോ വരുന്നത്. അതാണ് നമുക്ക് ഉടുക്കാനും നല്ല സുഖം. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇനി വരുന്നത് ഈ ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ്. എല്ലാം നല്ല ഷെയ്ഡ്സ്. ഇതിൻ്റെ ടാസിൽസൊക്കെ കണ്ടോ, 2 കോമ്പിനേഷനും കൂടി ചേർത്ത് ത്രെഡ് ചെയ്തേക്കാം. ടാസിൽസിനൊക്കെ ഒരു ഭംഗിയുണ്ട്. എപ്പോഴും ടാസിൽസ് സാരിയിൽ ചെയ്യുന്ന ഒരു ഭംഗിയാണ്. ഉടുത്തു കഴിഞ്ഞാലും ഒരു ലുക്കാണ്. നല്ല ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ, നല്ല അടിപൊളിയായിട്ടുള്ള സാരി. 1 ലെയർ എടുത്താലും കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല കൂളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് തെപ്ചി കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സാരി. ഇത് ലാവൻഡർ ഷെയ്ഡാണ്. ഫസ്റ്റ് ഇതിനകത്ത് ലേസ് കണ്ടോ, ചെറിയൊരു ലേസ് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഈ ഒരു തെപ്ചി വർക്കാണ്. നമ്മൾ സെറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇതൊക്കെ ഒരു എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് തെപ്ചി വർക്ക്. ഇതുപോലെ പ്ലെയിനായിട്ട് സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ് തന്നെ കേട്ടോ. ഇതുപോലെ സെയിം തന്നെ ബ്ലൗസും വരും. ഉടുത്തു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുക. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ചെറിയൊരു ബോർഡറൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഭയങ്കര ഇങ്ങനെ സോഫ്റ്റായിട്ട് ചേർന്ന് കിടക്കുന്ന 1 ലെയറൊക്കെ ഇട്ടാൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരി. ലാവൻഡറാണ് ഫസ്റ്റ് ഷെയ്ഡ്. 1280 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്ക്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ പെയർ ചെയ്താലും നല്ലതാണ് കേട്ടോ. അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് സാരി ആയിട്ട് യൂസ് ചെയ്ത്
കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഒരു ഫ്രോക്ക് പോലെയൊക്കെ നമ്മുടെ ഹക്കോബ ഫ്രോക്കൊക്കെ തയ്ക്കില്ലേ, അതുപോലെയൊക്കെ ഇതൊരു സാരി എടുത്താൽ 2 കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ തയ്ക്കാം കേട്ടോ. നല്ല ഡ്രസ്സ് തയ്ക്കാൻ പറ്റിയൊരു സാരി. ഒരു തവണ സാരി ആയിട്ട് ഉടുത്തിട്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 1-2 പേർക്കൊക്കെ തയ്ക്കാൻ പറ്റും ശരിക്കും ഫ്രോക്ക് പോലെയൊക്കെ. 5.5-6 മീറ്റേഴ്സ് സാരിയും ബ്ലൗസും കൂടി കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. നല്ല ഐഡിയക്ക് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പ് തയ്ക്കാം, സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള കുർത്തി ടോപ്പ് തയ്ക്കാം, കോളനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല രസമായി ഫാബ്രിക്കാണ് കേട്ടോ. 1280 റേഞ്ചിൽ നല്ലൊരു ഓപ്ഷനുമാണ്. ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു തവണ നിങ്ങൾ സാരിയായിട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങളിത് ഡ്രസ്സാക്കുക, ഫ്രോക്കാക്കുകയൊക്കെ ചെയ്യാം. എന്താ ഇത് ലേസ് പാറ്റേൺ സൈഡിൽ നല്ല കളർ കേട്ടോ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഈ തെപ്ചി വർക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. 1280 റേറ്റ്. എൻ്റെ ഫുൾ പല്ലുവും ബ്ലൗസും എല്ലാം സെയിം ഓൾ ഓവർ സെയിം വർക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു റെഡ് ഷെയ്ഡ്, ഇതും ബ്യൂട്ടിഫുള്ളാണ്. 3 പേർക്ക് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് 6 മീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് 3 പേർക്ക് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, 2 പേർക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ 44 ഇഞ്ച് വീതിയുള്ള ചെറിയ അധികം ഹൈറ്റൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ, ഒരു ഫാബ്രിക്കാണ്. ഗ്രീൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്, എല്ലാം നല്ല ഷെയ്ഡ്സാണ് കേട്ടോ. ഇതിൻ്റെ കേട്ടോ ഫുൾ തെപ്ചി വർക്കാണ് വന്നേക്കുന്നത്. 1280 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ
ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.